തെരഞ്ഞെടുപ്പിന്റെ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ്. സുപ്രീം കോടതി അടക്കം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ബിജെപിയും സംഘപരിവാറും അസ്വസ്ഥരാവുകയാണ്. വരും ദിവസങ്ങളിൽ നിർണായക ഉത്തരവുകൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത് അന്തിമ വിജയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബിജെപി ക്യാമ്പുകളിൽ അസ്വസ്ഥതകൾ നിറയുകയാണ്. വോട്ടിംഗ് ക്രമക്കേടുകളിൽ പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് നിരത്തിക്കഴിഞ്ഞു. 48 ലോക്സഭാ മണ്ഡലങ്ങളിൽ റീപോളിംഗ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖം തിരിക്കുന്നുണ്ട്. എന്നാൽ തെളിവുകൾ ഒന്നൊന്നായി സുപ്രീം കോടതിക്ക് മുന്നിലെത്തുമ്പോൾ കോടതി നിലപാട് എന്തായിരിക്കും എന്ന ആശങ്ക ബിജെപിയെ അലട്ടുന്നുണ്ട്. മുന്നിലുള്ള ഏക പോംവഴി രാഹുൽ ഗാന്ധിയെ കേസിൽ നിന്ന് പിന്മാറ്റുകയാണ്. അത് അസംഭവീയം ആണെന്ന് ബിജെപിക്ക് ബോധ്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള നീക്കം നടക്കുന്നത്. സംഘപരിവാറും ബിജെപിയും അതിനുള്ള ശ്രമം തുടങ്ങിയെന്ന് വെളിപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമടക്കം സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പേരിൽ നാഥുറാം ഗോഡ്സെയുടെ പിൻഗാമികളിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിലുള്ള മാനനഷ്ട കേസിൽ പൂനെ കോടതിയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം അറിയിച്ചത്. സുരക്ഷയെയും കേസിലെ നടപടികളുടെ നിഷ്പക്ഷതയെയും സംബന്ധിച്ച് തനിക്കുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ രാഹുൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. അഭിഭാഷകനായ മിലിന്ദ് ദത്താത്രേയ പവാർ മുഖേനയാണ് രാഹുൽ ഹർജി സമർപ്പിച്ചത്. തനിക്കെതിരായ പരാതിക്കാരൻ സത്യകി സവർക്കർ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെയുടെ നേരിട്ടുള്ള പിൻഗാമിയാണെന്ന് രാഹുൽ ഗാന്ധി അപേക്ഷയിൽ പറയുന്നുണ്ട്. പരാതിക്കാരന്റെ കുടുംബ പരമ്പരയ്ക്ക് അക്രമത്തിന്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവണതകളുടെയും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഒരു പ്രേരണയുടെ ഫലമായിരുന്നില്ല, മറിച്ച് ഒരു പ്രത്യയശാസ്ത്രത്തിൽ വേരൂന്നിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. നിരായുധനായ ഒരു വ്യക്തിക്കെതിരായ ബോധപൂർവമായ അക്രമമാണ് നടന്നതെന്നും രാഹുൽ ഗാന്ധി അപേക്ഷയിൽ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകം ഇനിയും ആവർത്തിക്കാൻ ഇടയുണ്ടെന്നും ജീവന് ഭീഷണിയുണ്ടെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുലിന്റെ പരാതിയിൽ ഫയലിൽ സ്വീകരിച്ച കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. നിലവിൽ രാഹുൽ ഗാന്ധി പ്രത്യേക സുരക്ഷാ സംവിധാനത്തിന്റെ കീഴിലാണ് കഴിയുന്നത്. ഇതിനു പുറമെ പ്രതിപക്ഷ നേതാവിന് അനുവദിച്ച അംഗരക്ഷകരും രാഹുലിന് ചുറ്റുമുണ്ട്. ഇതിനുമപ്പുറം രാഹുലിന്റെ സുരക്ഷ ഉയർത്തണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മരണം വരെയും പോരാടുമെന്നും തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തുകൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചാണ് രാഹുൽ ഗാന്ധി സംഘപരിവാറിന് മറുപടി നൽകുന്നത്.